കറി ഉണ്ടാക്കാം, നമുക്ക് ഈ തൊലി ചട്നി ഉണ്ടാക്കാം. ഇത് ബീരക്കായ തൊലിയാണ്. ഞാനിത് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് നമുക്ക് ഒരു ടൊമാറ്റോ, അങ്ങനെ 7 പച്ചമുളക്, വെളുത്തുള്ളി, ജീരകമാണ്. ടൊമാറ്റോ നമ്മൾ ആവശ്യം എത്ര നാളും നമുക്ക് എടുക്കാം, പക്ഷെ ഞാൻ ഒരു ടൊമാറ്റോ മാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് കത്തിക്കാൻ ഇതിന്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഇച്ചിരി എണ്ണ, ഒത്തിരി വേണ്ട, ഇച്ചിരി മതി. അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇത് രണ്ടായിട്ട് ഇങ്ങനെ കീറാം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് എണ്ണ കാത്തിയിട്ടപ്പോൾ പൊട്ടുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ അത് ഫ്രൈ ആകണം. ഇത് ഫ്രൈ ആയിക്കൊണ്ട് വരുന്നു. നമുക്കിങ്ങനെ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചേർക്കാനുള്ളത് ഈ ബീരക്കായ തൊലിയാണ്. ഇങ്ങനെ ഇളക്കി നിൽക്കാൻ മതി. ഞാനിത് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. നമുക്കിത് ഇച്ചിരി പട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ പൊടി ഇതിനകത്ത് ചേർക്കാം. ഇത് പച്ചപ്പ് മാറി വരെ നമുക്കിത് വഴട്ടുക. അത് നമുക്ക് ഇച്ചിരി ചെറുതായിട്ട് പച്ചപ്പ് മാറുന്നുണ്ട്, ചെറുതായിട്ട് വാഴുക. ഇങ്ങനെ വാഴണം. ഇച്ചിരി കിടന്നിട്ട് 2 മിനിറ്റ് കിടന്നിട്ട് നമുക്ക് ഇതിനകത്ത് ടൊമാറ്റോ കൂടെ ചേർക്കാം. ഇത് ഇങ്ങനെ ചെറുതായിട്ട് വാഴി നമുക്ക് ഈ ടൊമാറ്റോ പീസ് കൂടെ നമുക്ക് ചേർത്തേക്കണം. ഞാൻ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്ത്, ഇത്ര ഈ സൈസ് മതി. ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് കൂടെ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് അടപ്പ് അഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. എങ്ങനെ വേവിക്കണമെന്ന് വെച്ചാൽ ഇത് തൊലി ആയതുകൊണ്ട് വേഗണമല്ലോ. നന്നായിട്ട് വെന്നു. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിത് അല്പം തണുത്തിട്ട് നമുക്ക് എന്ന് വെച്ചാൽ ചൂട് ചെയ്താൽ ശരിയായിട്ടില്ല, അതുകൊണ്ട് ഒരു ചെറിയ ഒരു ചൂട് മാറി വരെ ഇത് മിക്സി ജാറിനകത്ത് മാറ്റുവാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് ചേർക്കാനുള്ളത് ഇത് ഫ്രൈ ആയി നമുക്ക് ഇതിനകത്ത് വെച്ച്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 1 സ്പൂൺ ജീരകം ചേർക്കാം. അതുപോലെ നമുക്ക് ഈ വെളുത്തുള്ളി ഇങ്ങനെ ഒരു 9-10 എണ്ണം നമുക്ക് എടുത്താം, നമ്മൾ ആവശ്യത്തിന് വേണ്ടി. അതുപോലെ ഇത് പുളിയാണ്, ഞാൻ മുമ്പേ വെള്ളത്തിനകത്ത് വെച്ചേക്കുന്നു. ഇതിങ്ങനെ എടുത്ത് ഇത് ഇട്ടാൽ മതി. ഈ വെള്ളം കളയണ്ട. നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഈ വെള്ളം ചേർത്താൽ മതി, സാധാ വെള്ളമല്ലാതെ ഈ വെള്ളം ചേർത്താൽ മതി. അടുത്തത് സോൾട്ടാണ്. നമുക്ക് എത്ര ആവശ്യമോ അത്ര ചേർത്താൽ മതി. ഞാൻ 1 സ്പൂൺ ചേർക്കുക. നമുക്കിപ്പോൾ ഇത് മിക്സിയിലോ നമുക്ക് അടിച്ചെടുക്കാം. ഇത് ഒത്തിരി ടൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇച്ചിരി വെള്ളം ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ പുളി വെള്ളം ചേർത്താൽ ഇച്ചിരി മതി, ഒത്തിരി വേണ്ട, ചെറുതായിട്ട്. ഇതിങ്ങനെ ആവണം, നല്ല സ്മെല്ല് വരുവാണ്. പൂർത്തിയായി ഇങ്ങനെയാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. നമുക്കിത് കടുക് വറുക്കാം. ഇപ്പോൾ നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ്: 3 റെഡ് ചില്ലി, കറിവേപ്പില, ഇത് കടലപ്പരിപ്പാണ്, ഇത് ഇച്ചിരി ജീരകം, വെളുത്തുള്ളി ഇച്ചിരി മതി. കുറച്ച് മുമ്പ് നമ്മൾ ഇട്ടല്ലോ, അതുകൊണ്ട് കുറച്ച് മുമ്പ് വേവിച്ചല്ലോ, അതിനകത്ത് കടുക് വറുക്കാൻ മതി. വേറെ പാത്രമൊന്നും നമുക്ക് എടുക്കേണ്ട. എണ്ണ ഇതിങ്ങനെ ഇച്ചിരി എണ്ണ മതി. നമുക്കിപ്പോൾ ഇത് എണ്ണ ചൂടായി, നമുക്ക് ഇതിനകത്ത് സാധനങ്ങൾ ചേർക്കാം. ജീരകം, വെളുത്തുള്ളി, അതങ്ങനെ റെഡ് ചില്ലി, നമുക്ക് ഈ കടൽപ്പരിപ്പ് കൂടെ ചേർക്കാം. നമുക്കിതിനകത്ത് കടുക് കൂടെ ചേർക്കണം, പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല, അത് നിങ്ങളിഷ്ടമാണ്. ഇത് നന്നായി നമുക്ക് ഈ കടുക് ഈ ചട്നിനകത്ത് നമുക്ക് ചേർക്കാം. ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് കമന്റ്സ് അടിക്കുക. അതുപോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്തെങ്കിലേ എനിക്ക് ഈ ആന്ധ്ര സ്പെഷ്യൽ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ.